നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിന് ഇറങ്ങാനൊരുങ്ങുന്ന പോർച്ചുഗൽ ടീമിൽ ഒരു മാറ്റം ഒഫീഷ്യലി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈ മാസം 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പോർച്ചുഗൽ കളിക്കുന്നു. അയർലൻഡിനെതിരെയും ഹംഗറിക്കെതിരെയും. അയർലൻഡിനെതിരെ ഒക്ടോബർ 11-നും ഹംഗറിക്കെതിരെ ഒക്ടോബർ 14-നുമാണ് മത്സരങ്ങൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. അതിൽ PSG യുവ സൂപ്പർ താരമായിട്ടുള്ള ജാവോ നവസ് ഉണ്ടായിരുന്നു. ആ ജാവോ നവസിനാണ് ഇപ്പോൾ പരിക്ക് പറ്റി ടീമിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നിരിക്കുന്നത്. പകരം താരത്തെ ടീമിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജാവോ നവസിൻ്റെ കാര്യം ഇന്നലെ തന്നെ കൺഫേംഡ് ആയിരുന്നു. അദ്ദേഹം അൺഫിറ്റ് ആണ്. അതായത് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തു. അദ്ദേഹം അൺഫിറ്റ് ആണ്, മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുകയാണ്. പകരം ഇപ്പോൾ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത് ന്യൂനോ ടവേരസിനെയാണ്. ലാസിയോയുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള 25-കാരൻ ന്യൂനോ ടവേരസിനെയാണ് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. ന്യൂനോ ടവേരസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. 2 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പോർച്ചുഗലിന് വേണ്ടി ഓൾറെഡി കളിച്ചിട്ടുള്ള ആളാണ് ന്യൂനോ ടവേരസ്. അപ്പോൾ അദ്ദേഹമാണ് ഇനിയിപ്പോൾ ടീമിനോടൊപ്പം ചേരാൻ പോകുന്നത്. ഏതായാലും ജാവോ നവസിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ പറ്റട്ടെ. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മധ്യനിര താരമായ ജാവോ നവസിന് പകരം ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ടവേരസിനെയാണ് ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലും ഇന്നും പ്രകടനം നടത്തി മുന്നോട്ട് പോവുകയാണ്. കളിച്ച 2 കളികളും അവർ വിജയിച്ചിട്ടുണ്ട്. അതിനൊരു തുടർച്ചയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2 കളിയിൽ നിന്ന് 6 പോയിന്റുമായിട്ട് ഗ്രൂപ്പ് എഫിൽ 1-ാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.